ഖലീഫ വീഴുന്നു, കളം പിടിച്ച് ബത്ലഹേം കുടുംബ യൂണിറ്റ്. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തിയോ എന്ന കാര്യം കൂടി ചെക്ക് ചെയ്യണേ. ഖലീഫ വീഴുന്നു, കളം പിടിച്ച് ബത്ലഹേം കുടുംബ യൂണിറ്റ്. ഓണം വിന്നറായി നിവിൻ പോളിയുടെ ബത്ലഹേം കുടുംബ യൂണിറ്റ്. പൃഥ്വിരാജ് ചിത്രം ഖലീഫയെ മറികടന്നാണ് ബത്ലഹേം യൂണിറ്റ് അതിന്റെ കുതിപ്പ് തുടരുന്നത്. ഓണം അവധി ദിവസങ്ങൾ നിവിൻ പോളി തൂക്കുമെന്ന് ആദ്യ ദിനത്തിലെ ബോക്സ് ഓഫീസ് കണക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായതാണ്. ആദ്യ ദിനം 5 കോടിക്കടുത്തുള്ള കളക്ഷനാണ് ചിത്രം നേടിയെടുത്തത്. ഗിരീഷ് AD സംവിധാനം ചെയ്ത ബത്ലഹേം കുടുംബ യൂണിറ്റ് ഇന്നലെയാണ് തിയേറ്ററുകളിലെത്തിയത്. ഇന്നലെ എന്ന് പറയുമ്പോൾ ഞാൻ ഈ കണക്കുകൾ കിട്ടിയ ആ ദിവസത്തെ ആ ഒരു രീതി പ്രകാരമാണ് പറയുന്നത് കേട്ടോ. റിലീസ് ദിനം ഇന്ത്യ നെറ്റ് കളക്ഷൻ 4.70 കോടി രൂപ, 4,70,00,000. 1507 ഷോകളിൽ നിന്നായി ഇന്ത്യ ഗ്രോസ് കളക്ഷൻ 5.45 കോടിയാണ്. വേൾഡ് വൈഡായി 13 കോടിക്ക് മുകളിൽ ചിത്രം നേടിയെടുത്തിട്ടുണ്ട് എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ടീമിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള കളക്ഷൻ ചാർട്ടുകളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. എത്രത്തോളം കളക്ഷൻ നേടി എന്നുള്ള കാര്യങ്ങൾ നമുക്ക് സാക്നിങ് പോലുള്ള സൈറ്റുകളിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഏതായാലും ഈ ചിത്രം 14 കോടിക്കടുത്തുള്ള ഒരു കളക്ഷൻ ആദ്യ ദിനം നേടിയെടുക്കാനുള്ള സാധ്യതകൾ നമുക്ക് വിലയിരുത്താൻ ഉണ്ട്. ഖലീഫ എന്ന ചിത്രത്തിന്റെ കളക്ഷൻ ആദ്യ ദിനം വലിയ രീതിയിലായിരുന്നു. 5.68 കോടി രൂപയാണ് പൃഥ്വിരാജ് നായകനായ ഖലീഫ ആദ്യ ദിനം നേടിയെടുത്തത്. ബത്ലഹേം കുടുംബ യൂണിറ്റിനേക്കാൾ കൂടുതൽ സ്ക്രീനുകളിൽ ഖലീഫ അന്ന് പ്രദർശിപ്പിച്ചിരുന്നു. ബത്ലഹേം കുടുംബ യൂണിറ്റിന് മികച്ച അഭിപ്രായം ലഭിച്ചതിനാൽ ഖലീഫ കളിക്കുന്ന പല സ്ക്രീനുകളും നിവിൻ പോളി ചിത്രം സ്വന്തമാക്കാനാണ് സാധ്യത കാണുന്നത്. നാളെ തിരുവോണമാണ്. നാളെ മുതൽ അങ്ങോട്ട് നല്ല തിരക്കായിരിക്കും ഈ സിനിമയ്ക്ക്. അതുകൊണ്ട് തന്നെ ഖലീഫയേക്കാൾ കൂടുതൽ സ്ക്രീനുകളിലേക്ക് ബത്ലഹേം കുടുംബ യൂണിറ്റ് അധികരിച്ച് കയറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. പോരാത്തതിന് നാളെ യാഷിന്റെ ടോക്സിക്കും കൂടി എത്തുന്നുണ്ട്. ടോക്സിക്കും ഖലീഫയൊക്കെ ആക്ഷൻ ബേസ്ഡ് സിനിമയായതുകൊണ്ട് തന്നെ ആ സിനിമകളേക്കാൾ മുകളിൽ തന്നെയായിരിക്കും ബത്ലഹേം എന്ന ആ സർപ്രൈസ് മെഗാ ഹിറ്റ്. എല്ലാവരും സർപ്രൈസ് എന്ന് പറയുമ്പോൾ ഞങ്ങളത് കരുതിയിട്ടില്ല. ഞങ്ങൾ കരുതിയിരുന്നത് ചിത്രം വിജയിക്കും, അതൊരു വൻ വിജയമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇത് അതിനേക്കാൾ മുകളിലേക്കാണ് പോകുന്നത്. വെറും 10 ദിനങ്ങൾ കൊണ്ട് ചിത്രം ഒരു പക്ഷേ 100 കോടിക്ക് മുകളിലേക്ക് ഒരു കുതിപ്പ് നടത്താനുള്ള സാധ്യതകളാണ് കാണുന്നത്. ബുക്കിംഗിൽ വൻ കുതിപ്പാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ബുക്ക് മൈ ഷോയിൽ നിവിൻ പോളി ചിത്രത്തിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. ആദ്യ ദിനം ബുക്കിംഗ് മണിക്കൂറിൽ 25,000 പോലും കടന്നു. ഇന്നും നാളെയും ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ ആദ്യ ദിനത്തേക്കാൾ ഉയരുമെന്നുള്ള ഉറപ്പുകളാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ നമുക്ക് ലഭ്യമായത്. നിവിൻ പോളിയുടെ ഏറ്റവും വലിയ വിജയമായി ചിത്രം മാറുമെന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. ബത്ലഹേം കുടുംബ യൂണിറ്റ് നിവിൻ പോളിയുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ വിജയമായി മാറാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്. വേൾഡ് വൈഡായി ചിത്രം 200 കോടിക്ക് മുകളിൽ നേടാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ അങ്കമാലി ഡയറി പ്രവചിക്കുന്നത്. എന്തായിരിക്കും നിങ്ങളുടെ ഒരു ഏകദേശ കണക്ക്? ബത്ലഹേം കുടുംബ യൂണിറ്റ് ഒരുപക്ഷെ 300 കോടിയുടെ അടുത്തുള്ള ഒരു കളക്ഷൻ നേടിയാലും അതിശയിക്കാനില്ല എന്നാണ് പലരും പറയുന്നത്. ഞങ്ങൾ കരുതുന്ന ഒരു 250 കോടിക്ക് അടുത്തുള്ള ഒരു കളക്ഷൻ ചിത്രം നേടിയെടുക്കുമെന്നാണ്. ലോങ് റൺ ചിത്രത്തിന് ഉണ്ടാക്കി കൊടുത്താൽ ഒരുപക്ഷെ 300 ഈ ചിത്രം നേടിയേക്കാം. കാരണം ഇത് കുടുംബ ചിത്രമാണ്. ജനങ്ങൾക്കെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇതിന്റെ മേക്കിംഗ്. എല്ലാതരം പ്രേക്ഷകരെയും ഒരുപോലെ ആകർഷിച്ചുകൊണ്ടാണ് സിനിമയുടെ മുന്നോട്ടുള്ള കുതിപ്പ്. ഇതൊക്കെ നോക്കുമ്പോൾ ബത്ലഹേം കുടുംബ യൂണിറ്റിന് ഖലീഫ എന്നല്ല ടോക്സിക് വന്നാലും അതൊരു തടസ്സമായി മാറില്ല എന്ന് തന്നെ കരുതുന്നു. ഒരുപക്ഷെ ദുൽഖറിന്റെ ചിത്രം സെപ്റ്റംബർ 5 റിലീസിനുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആ ചിത്രം വരികയാണെങ്കിൽ ഒരുപക്ഷെ ചിത്രത്തിന് സ്ക്രീനുകൾ നഷ്ടപ്പെട്ടേക്കാം. ഏതായാലും ഈ ചിത്രം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മുകളിലേക്ക് മുന്നോട്ട് പോകും. സെപ്റ്റംബർ 3 ഈ നമ്മുടെ ദുൽഖറിന്റെ സിനിമ വരാനിരിക്കുന്നത് ഐ ആം ഗെയിം. അതും ഒരു ആക്ഷൻ പാറ്റേണിലുള്ള സിനിമയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രത്തിന് അതൊന്നും ഭീഷണിയാവാനുള്ള സാധ്യതകൾ കാണുന്നില്ല. വൻ കളക്ഷനിലേക്കാണ് ആ ചിത്രം വരുന്നത് വരെ ഈ ചിത്രം പോവാൻ സാധ്യത. അതുകൊണ്ട് തന്നെ ഈ ചിത്രം 200 കോടി ഒരാഴ്ച കൊണ്ട് തന്നെ ഒരു 10-12 ദിവസം കൊണ്ട് 200 കോടി കടക്കുന്ന ഒരു ചിത്രം എന്ന നേട്ടം ഇത് നേടിയെടുക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ബുക്ക് മൈ ഷോയിൽ ഇന്നും വലിയ രീതിയിലുള്ള ട്രെൻഡിങ് ആണ് ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. മാത്രമല്ല അടുത്ത ദിവസങ്ങളിലായിട്ട് ചിത്രം തമിഴിലും തെലുങ്കിലും മൊഴിമാറ്റി ചിത്രം അവിടെ പ്രദർശിപ്പിക്കാൻ പോകുന്നു എന്നുള്ള പോസ്റ്ററുകളും പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ അതിൽ വന്നിരിക്കുന്ന ഓരോ ആളുകളുടെ അഭിപ്രായവും ഓരോ അഭിനേതാക്കളുടെ പ്രകടനത്തെക്കുറിച്ചുള്ള അഭിപ്രായം ഒക്കെ തന്നെ മനോഹരമെന്ന് തന്നെയാണ്. എല്ലാതരം പ്രേക്ഷകരെ ആകർഷിച്ചുകൊണ്ട് നിവിൻ പോളി ഇപ്പോൾ ഓണച്ചിത്രങ്ങളുടെ
മുന്നണി പോരാളിയായിട്ട് നിൽക്കുകയാണ് നിവിൻ പോളിയുടെ ബദ്ലഹേം കുടുംബ യൂണിറ്റ്. ചിത്രത്തിലെ നായികയും അതുപോലെ തന്നെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. കണ്ടവരാണെങ്കിൽ ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഏതായാലും ഓണം വിന്നർ നിവിൻ പോളിയുടെ ബദ്ലഹേം കുടുംബ യൂണിറ്റ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ദിസ് ഇസ് പിൻ അങ്കമാലി സൈനിങ് ഔട്ട്. അങ്കമാലി ഡയറി.